എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരുടെ 2026 വിഷുഫലത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം മൂലം നക്ഷത്രക്കാരുടെ വിഷുഫലത്തെക്കുറിച്ച് നോക്കാം. 2026 വിഷുഫലം മൂലം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് വരുന്നത്. ഏഴര ശനിയിൽ നിന്നും പൂർണ്ണമായി മോചനം ലഭിച്ച ശേഷമുള്ള ആദ്യ വിഷുവാണ് ഈ വരുന്ന വിഷു. ഇവർക്ക് ജീവിതത്തിൽ പുതിയൊരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണിത്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. സ്ഥാനക്കയറ്റത്തിനും സാധ്യത വളരെ കൂടുതലാണ്. വ്യാഴം ഇപ്പോൾ മിഥുനം രാശിയിൽ നിൽക്കുന്നതിനാൽ ബിസിനസ്സിൽ മികച്ച ലാഭം നിങ്ങൾക്ക് നേടാൻ സാധിക്കും. എന്നാൽ ജൂണിൽ വ്യാഴം കർക്കിടക രാശിയിലേക്ക് മാറും. അപ്പോൾ ബിസിനസ്സിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ ചെലുത്തണം. ഇല്ലെങ്കിൽ വലിയ നഷ്ടം നിങ്ങൾക്കുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാൻ സാധ്യത വളരെയധികം കാണുന്നു. ഭൂമി ഇടപാടുകളിൽ നിന്നും നല്ല ലാഭം ഉണ്ടാകും. ജൂണിലെ വ്യാഴമാറ്റം സാമ്പത്തിക ഇടപാടുകളിൽ അല്പം കൂടി ജാഗ്രത പാലിക്കണമെന്ന് ഞാൻ പറയുന്നു. വിവാഹം നടക്കാത്തവർക്ക് വിവാഹത്തിൽ ഈ വർഷം തീരുമാനവും ആകും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും എന്നും നിലനിൽക്കും. പുതിയ വീട് വാങ്ങാനും ആഡംബര വാഹനം വാങ്ങാനുള്ള യോഗം കാണുന്നുണ്ട്. വിനോദയാത്ര, തീർത്ഥയാത്ര എന്നിവയ്ക്ക് അനുകൂലമായ ഒരു വർഷമാണ് ഈ വരുന്നത്. ആരോഗ്യകാര്യത്തിൽ പൊതുവെ പ്രശ്നങ്ങൾ കാണുന്നില്ല. എങ്കിലും രക്തസമ്മർദ്ദമോ പ്രമേഹമോ ഇവ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത ഉണ്ടാകാം. അതിനാൽ നിങ്ങൾ ഓരോ മാസവും പോയി രക്തസമ്മർദ്ദവും പ്രമേഹവും ഒക്കെ പരിശോധന നടത്തണം. ഈ വർഷം മൂലം നക്ഷത്രക്കാർക്ക് അനുകൂലമാകാൻ ഈ പറയുന്ന പരിഹാരങ്ങൾ ചെയ്യുക. എല്ലാ മാസത്തിലെയും മൂലം നക്ഷത്രത്തിൽ ഗണപതി ഹോമം നടത്തുക. കൂടാതെ ഗണപതിക്ക് ത്രിമധുരം നടത്തുക. ഗണേശ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുക. ഗണേശ അഥർവ ശീർഷകം എന്ന മന്ത്രമുണ്ട്, അത് നിത്യവും ജപിക്കാൻ നോക്കുക. ശനിയാഴ്ച പോയി ശാസ്താ ക്ഷേത്രത്തിൽ നീരാഞ്ജനം, എള്ളുകിഴി എന്നിവ നടത്തുക. വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യമാണത്. വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുക. പാവപ്പെട്ടവർക്ക് ഭക്ഷണം, വസ്ത്രം, മരുന്ന് എന്നിവ വാങ്ങി നൽകാൻ ശ്രമിക്കുക. ഇത്രയൊക്കെ ചെയ്താൽ മൂലം നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷം വളരെ അനുകൂലമായി വരും. എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുക തന്നെ ചെയ്യും. ഇനി നമുക്ക് പൂരാട നക്ഷത്രക്കാരുടെ വിഷുഫലത്തെക്കുറിച്ച് നോക്കാം. 2026 വിഷുവർഷം പൂരാടം നക്ഷത്രക്കാർക്ക് അവസ്മരണീയമായ പല നേട്ടങ്ങളുടെയും ഒരു കാലഘട്ടമാണ് വരുന്നത്. ജോലിയിൽ നിങ്ങൾ ആഗ്രഹിച്ച മാറ്റം ഉണ്ടാകുക തന്നെ ചെയ്യും. കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരവും സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും നിങ്ങൾക്ക് ലഭിക്കും. സ്വന്തമായി ബിസിനസ് ആരംഭിക്കാൻ മെയ് മാസം വരെ വളരെ അനുകൂലമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്ഥിര താമസത്തിലുള്ള അനുമതി ലഭിക്കുക തന്നെ ചെയ്യും. അനാവശ്യമായ ചെലവുകൾ കുറയ്ക്കുകയും സമ്പാദ്യം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. കടബാധ്യതകൾ ഈ വർഷം നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും എന്നും നിലനിൽക്കും. വിവാഹ കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനം ഉണ്ടാകാൻ ഈ വർഷം നിങ്ങൾക്ക് സഹായിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വരസ്യങ്ങൾ മാറി നല്ല ബന്ധം ഉണ്ടാകുക തന്നെ ചെയ്യും. ഭൂമി വാങ്ങാനും പുതിയ വാഹനങ്ങൾ വാങ്ങാനും പുതിയ വീട് വാങ്ങാനോ പുതുക്കി പണിയാനോ യോഗം കാണുന്നുണ്ട്. ആരോഗ്യകാര്യത്തിൽ ഈ വർഷം പൊതുവെ ആശ്വാസകരമായിരിക്കും. എങ്കിലും നടുവേദന, സന്ധിവാതം പോലെയുള്ളവർക്ക് വ്യായാമത്തിൽ ശ്രദ്ധ പുലർത്തണം. ഈ വിഷുവർഷം പൂരാടം നക്ഷത്രക്കാർക്ക് അനുകൂലമാകാൻ ഈ പറയുന്ന കാര്യങ്ങൾ പരിഹാരമായി ചെയ്യണം. ശുക്രപ്രീതി അത്യാവശ്യമാണ്. അതിനായി ലക്ഷ്മി ഭജനം നടത്തുക. ശുക്രമന്ത്രങ്ങൾ നിത്യവും ജപിക്കുക. ലളിതാ സഹസ്രനാമം, മഹാലക്ഷ്മി അഷ്ടകം വെള്ളിയാഴ്ചകളിൽ ജപിക്കുക. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തുളസിമാല സമർപ്പിക്കുക. മഞ്ഞൾ പൂക്കൾ കൊണ്ട് പുഷ്പാഞ്ജലി നടത്താൻ നോക്കുക. മഞ്ഞപ്പട്ട് സമർപ്പിക്കുക.
വെള്ളവസ്ത്രം ധരിക്കുക, സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നതും ശുക്രന്റെ ഗുണഫലങ്ങൾ വർദ്ധിക്കാൻ സഹായിക്കും. സാധുക്കൾക്ക് ഭക്ഷണം, വസ്ത്രം, മരുന്ന് എന്നിവ വാങ്ങി നൽകാൻ ശ്രമിക്കുക. ഇവ ദോഷങ്ങൾ കുറയ്ക്കുകയും ഭാഗ്യം വർദ്ധിക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണിത്. ഇത്രയൊക്കെ ചെയ്താൽ പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷം അനുകൂലമായി വരും എന്ന് പറഞ്ഞു മാത്രമല്ല, എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ഉള്ളതായി വരും. ഇനി നമുക്ക് ഉത്രാടം നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ വിഷുഫലത്തെ കുറിച്ച് നോക്കാം. 2026 വിഷുഫലം ഉത്രാടം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് വരാനിരിക്കുന്നത്. ജൂണിലെ വ്യാഴം കർക്കിടകം രാശിയിലേക്ക് മാറുന്നുണ്ട്. ഉത്രാടം നക്ഷത്രക്കാരിലെ മകരക്കൂറുകാർക്ക് വലിയ ഗുണകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കും. കരിയറിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടി വരും. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന സ്ഥലമാറ്റമോ പ്രമോഷനോ ലഭിക്കാൻ സാധ്യത വളരെയധികം കാണുന്നു. ജൂൺ മാസത്തിലെ വ്യാഴം മാറ്റം ധനുക്കൂറിലുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു കാലഘട്ടമാണ്. ഇല്ലെങ്കിൽ കടബാധകൾ വർദ്ധിക്കാൻ ഇടയാക്കും. മകരക്കൂറിലുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. പഴയ കടബാധ്യതകളെല്ലാം തീർക്കാനൊക്കെ സാധിക്കും. സ്ഥിരമായ നിക്ഷേപത്തിലൂടെ ഭാവിയിൽ വലിയ ലാഭം ഉണ്ടാകുക തന്നെ ചെയ്യും. വിദേശ വ്യാപാരത്തിലോ ഷെയർ മാർക്കറ്റിലോ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. വിവാഹം നടക്കാൻ സാധ്യത വളരെയധികം കാണുന്നു. വീടുപണി ആരംഭിക്കാനും വാഹനം വാങ്ങാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അത് സാധിക്കുക തന്നെ ചെയ്യും. കുട്ടികളുടെ പഠനകാര്യത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകും. ആരോഗ്യകാര്യത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. ഉദര സംബന്ധമായോ എല്ലുകൾ സംബന്ധമായോ ഉള്ള പ്രശ്നമുള്ളവർ ഈ കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ചെലുത്തണം. ഇല്ലെങ്കിൽ അത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത്രയും ശ്രദ്ധിക്കുക. എന്തെങ്കിലും വേദനയോ അസ്വസ്ഥതയോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വൈദ്യ പരിശോധന നടത്തുക. ഉത്രാടം നക്ഷത്രക്കാർക്ക് പൊതുവെ മുൻകോപം കൂടുതലുള്ളവരാണ്. അതിനാൽ ഈ വർഷം സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് അനാവശ്യമായ ശത്രുക്കൾ ഒഴിവാക്കാൻ സഹായിക്കും. ഈ വിഷുവർഷം ഉത്രാടം നക്ഷത്രക്കാർക്ക് അനുകൂലമാകാൻ ഈ പറയുന്ന പരിഹാരങ്ങൾ ചെയ്യുക. ദിവസവും രാവിലെ കുളിച്ച് സൂര്യഭഗവാനെ വന്ദിക്കുക. ആദിത്യ ഹൃദയം ജപിക്കുന്നത് അത്യുത്തമമായിരിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കാനും തടസ്സങ്ങൾ നീങ്ങാനും ഇത് സഹായിക്കും. മകരക്കൂറിലുള്ള ഉത്രാടം നക്ഷത്രക്കാര് ശനിയാഴ്ച ശാസ്താ ക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുക. ശനി മന്ത്രങ്ങൾ ജപിക്കുക. വ്യാഴത്തിന്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നതിനായി വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തുളസിമാല സമർപ്പിക്കുക. ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലി നടത്തുക. ശിവക്ഷേത്രത്തിൽ ധാരയോ ഇളനീർ അഭിഷേകമോ നടത്തുക. പാവപ്പെട്ടവർക്ക് ഭക്ഷണം, വസ്ത്രം, മരുന്ന് എന്നിവ വാങ്ങി നൽകുക. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രഹദോഷങ്ങൾ മാറുകയും ഭാഗ്യം വർദ്ധിക്കാൻ വളരെയധികം സഹായിക്കും. ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഈ വിഷുവർഷം നിങ്ങൾക്ക് അനുകൂലമായി തീരും. എല്ലാവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു.